അവരവിടെ ഇരുത്തരുത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ ഇതിനെ എതിർത്തുകൊണ്ട് സർ, 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള ബഡ്ജറ്റിലെ വാഹന നികുതികൾ, വൈദ്യസഹായ രംഗവും പൊതുജനാരോഗ്യവും കുടുംബക്ഷേമം, മത്സ്യബന്ധനം, വൈദ്യുത പദ്ധതികൾ എന്നിവയെ സംബന്ധിച്ച ധനാഭ്യർത്ഥനകളെ ഞാൻ പൂർണ്ണമായും പിന്തുണയ്ക്കുകയാണ്. സർ, സംസ്ഥാനത്ത് പകർച്ചവ്യാധികളെ ഫലപ്രദമായി ചെറുക്കാൻ ലോകബാങ്കിൽ നിന്ന് 2424.28 കോടി രൂപ വായ്പയെടുത്ത് കേരള ഹെൽത്ത് സിസ്റ്റം ഇംപ്രൂവ്മെൻറ്റ് പ്രോഗ്രാം എന്ന പേരിൽ സമഗ്ര പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന LDF സർക്കാരിന് എൻ്റെ അഭിവാദ്യങ്ങൾ. ദേശീയ തലത്തിൽ 2030 കൈവരിക്കേണ്ട ആരോഗ്യ സുരക്ഷാ ലക്ഷ്യങ്ങൾ കേരളം ഇതിനകം കൈവരിച്ചു എന്നതിൽ ആർക്കും സംശയമില്ല. പ്രാഥമിക ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തൽ, ഗുരുതര രോഗങ്ങളുടെ നിയന്ത്രണം, മാതൃശിശു ആരോഗ്യം വർദ്ധിപ്പിക്കൽ, പകർച്ചവ്യാധികളെ അകറ്റൽ, ആവശ്യ മരുന്നുകൾ എല്ലാവർക്കും ലഭ്യമാക്കുന്നുവെന്ന് ഉറപ്പാക്കൽ എന്നിവയിൽ ശ്രദ്ധ ഊന്നിക്കൊണ്ടാണ് ഇതിനായി സംസ്ഥാന സർക്കാർ പ്രവർത്തിക്കുന്നത്. മികച്ച ആരോഗ്യം, സുഖജീവനം, മാതൃശിശു മരണനിരക്ക് കുറച്ചും ആരോഗ്യ സേവനങ്ങൾ എല്ലാവർക്കും പ്രാപ്തമാക്കിയും പൊതുജനാരോഗ്യ സൂചകങ്ങൾ മെച്ചപ്പെടുത്തുന്നതിൽ കേരളം ഗണ്യമായ പുരോഗതി കൈവരിച്ചിട്ടുണ്ട്. സർ, രാജ്യത്ത് ഏറ്റവും കുറവ് മാതൃശിശു മരണനിരക്കുള്ള സംസ്ഥാനമാണ് കേരളം. ആരോഗ്യ പരിചരണത്തിലെ മികവിന് കോവിഡ് കാലം തന്നെയാണ് ഉചിതമായ ഉദാഹരണം. കേരളം പുലർത്തിയ ജാഗ്രതയും പരിചരണ മാനദണ്ഡങ്ങളും ഈ മികവിൻ്റെ മുദ്രകളായി നമുക്ക് മുൻപിലുണ്ട്. ആയുർദൈർഘ്യത്തിലെ വർധന ദേശീയ ശരാശരിയേക്കാൾ ഉയർന്ന ആയുർദൈർഘ്യമാണ്. ആയുർദൈർഘ്യം 74.2 നിന്ന് 75 വർഷമായി കൂടി. ശിശുമരണ നിരക്ക് 13 നിന്ന് 5.05 ആയി താഴ്ന്നു. മാതൃമരണ അനുപാതം 30 നിന്ന് 19 കുറഞ്ഞു. 5 വയസ്സിന് താഴെയുള്ള മരണനിരക്ക് 15 നിന്ന് 5.2 കുറഞ്ഞു. ഈ പുരോഗതി അഭിമാനകരമാണ്. ആരോഗ്യ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളുടെ കരുത്താണ് കേരളത്തിൻ്റെ മുന്നേറ്റത്തിന് പ്രധാനമായും സഹായിക്കുന്നത്. രോഗപ്രതിരോധത്തിന് മുൻതൂക്കം നൽകുന്ന അടിയുറച്ച ഒരു സംവിധാനമുള്ളതും പറയേണ്ടതുണ്ട്. നേരത്തെ തന്നെ രോഗം തിരിച്ചറിയുന്നു, പ്രാഥമിക ആരോഗ്യ സംവിധാനത്തിന് പരിഗണന നൽകി ചികിത്സയും ഉറപ്പാക്കാനാവും. നിപ പ്രതിരോധത്തിൽ 2018-ലും 19-ലും 24-ലും നാം സ്വീകരിച്ച ശാസ്ത്രീയമായ പ്രോട്ടോക്കോളും ചികിത്സയും ഏറെ പ്രശംസാർഹമാണ്. ജീവിതശൈലി രോഗങ്ങളെ നേരിടുന്നതിലും മാതൃശിശു ആരോഗ്യം നിലനിർത്തുന്നതിലും വാക്സിനേഷൻ വ്യാപിപ്പിക്കുന്നതിലും കേരളം കൊടുക്കുന്ന മുൻഗണന ശ്രദ്ധേയമാണ്. സർ, ദേശീയ കുടുംബക്ഷേമ പദ്ധതി ഫണ്ട് കേന്ദ്ര സർക്കാർ മുടക്കിയിട്ട് 5 വർഷം കഴിഞ്ഞു. 2020 വരെ നൽകിയ ഫണ്ട് മുന്നറിയിപ്പില്ലാതെയാണ് നിർത്തിയത്. BPL കുടുംബത്തിൽപ്പെട്ട കുടുംബനാഥനോ നാഥയോ മരണപ്പെട്ടാൽ വ്യക്തിയുടെ ഭാര്യ, ഭർത്താവ് തുടങ്ങിയ ആശ്രിതർക്ക് പദ്ധതി പ്രകാരം 20,000 രൂപ ധനസഹായം ലഭിക്കുന്നതാണ് പദ്ധതി. കേന്ദ്ര സർക്കാരിൻ്റെ ഈ നിലപാട് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. സർ, വിദ്യാർത്ഥികളിലെ പോഷകാഹാരക്കുറവ്, ലഹരി വസ്തുക്കളുടെ ഉപയോഗം, മാനസികാരോഗ്യം, പ്രത്യുൽപാദന ലൈംഗികാരോഗ്യം, സുരക്ഷിതമായ ഇൻ്റർനെറ്റ് ഉപയോഗം, മാതൃകാപരമായ മൂല്യങ്ങളും പൗരബോധവും, നല്ല വ്യക്തിബന്ധങ്ങൾ, ലിംഗസമത്വം എന്നിവയെക്കുറിച്ചുള്ള അവബോധം നൽകുവാനുള്ള കുട്ടികൾക്കുള്ള സമഗ്ര ആരോഗ്യ പരിപാടി നടപ്പിലാക്കുവാൻ പദ്ധതി തയ്യാറാക്കിയ വകുപ്പ് മന്ത്രിക്ക് എൻ്റെ അഭിവാദ്യങ്ങൾ അറിയിക്കുന്നു. ദേശീയ ഭക്ഷ്യ സുരക്ഷാ സൂചികയിൽ ചരിത്രത്തിലാദ്യമായി കേരളത്തിന് 1-ാം സ്ഥാനം ലഭിച്ചു. നീതി ആയോഗ് ആരോഗ്യ സുസ്ഥിര വികസന സൂചികയിൽ 3 വർഷമായി കേരളം 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. രാജ്യത്ത് മാതൃശിശു മരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനമെന്ന് മാത്രമല്ല, ഈ നിരക്കുകൾ ഓരോ വർഷവും നമ്മൾ മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പാലിയേറ്റീവ് കെയർ രംഗത്ത് കേരളം മാതൃകയാണ് എന്ന് ലോകാരോഗ്യ സംഘടനയും സാക്ഷ്യപ്പെടുത്തുന്നു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ പല ആശുപത്രികളിലും പൊതുജനങ്ങൾക്ക് കൃത്യമായ ആശുപത്രി സേവനം ലഭിക്കാതിരിക്കുമ്പോഴാണ് കേരളത്തിലെ ഈ നേട്ടം എന്നത് ശ്രദ്ധേയമാണ്. സർ, ജീവിതശൈലി രോഗങ്ങളും അർബുദവും നേരത്തെ കണ്ടെത്തി ചികിത്സിക്കുന്നതിനായി സർക്കാർ ആർദ്രം ജീവിതശൈലി രോഗനിർണയ ക്യാമ്പയിനിലൂടെ 30 വയസ്സ് പിന്നിട്ട് 1.54 കോടിയിലധികം പേരുടെ സ്ക്രീനിംഗ് നടത്തി. 46,000-ഓളം പേരെ ക്യാൻസർ പരിശോധനയ്ക്ക് വിധേയമാക്കി. ക്യാൻസർ കണ്ടെത്തിയവർക്ക് വിദഗ്ധ ചികിത്സ ഉറപ്പാക്കി. ചരിത്രം കുറിച്ചിരിക്കുകയാണ് LDF സർക്കാർ. ആരോഗ്യരംഗത്ത് ഇത്രയും ശ്രദ്ധേയമായ നേട്ടങ്ങളെ കരിവാരി തേക്കാനാണ് UDF ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. സർ, ആരോഗ്യ മേഖലയിലെ കേന്ദ്ര സർക്കാരിൻ്റെ പല പദ്ധതികളും അഴിമതിയിൽ മുങ്ങിക്കുളിക്കുകയാണ്. പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന, ആയുഷ്മാൻ ഭാരത് പദ്ധതിയിൽ വൻതോതിൽ ക്രമക്കേട് നടക്കുന്നതായി കുറ്റസമ്മതം നടത്തി കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം. ആയുഷ്മാൻ ഭാരത് ദുരുപയോഗം ചെയ്ത് 1504 ആശുപത്രികളിൽ നിന്ന് 122 കോടി രൂപ
പിഴ ഈടാക്കിയതായും നാഷണൽ ഹെൽത്ത് അതോറിറ്റി രാജ്യത്തെ 1114 ആശുപത്രികളെ DM പാനൽ ചെയ്തിട്ടുണ്ടെന്നും രാജ്യസഭയിൽ ചോദ്യത്തിനുള്ള മറുപടിയിൽ കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സഹമന്ത്രി വെളിപ്പെടുത്തി. അഴിമതി വിമുക്ത ഭാരതം എന്ന കേന്ദ്ര സർക്കാരിൻ്റെ മുഖംമൂടി അഴിച്ചു മാറ്റി വയ്ക്കുന്നതിന് ഉത്തമ ഉദാഹരണമാണ് ഇത്. സർ, വണ്ടിപ്പെരിയാർ ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 54,252 ജനസംഖ്യയുള്ളതും തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന ഇവിടുത്തെ ജനങ്ങളുടെ ഏക ആശ്രയം വണ്ടിപ്പെരിയാർ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററാണ്. ദിവസേന 800ഓളം രോഗികൾ OPയിൽ എത്തുന്നുണ്ട്. തോട്ടം മേഖലയിൽ പ്രവർത്തിച്ചിരുന്ന RBT ഗ്രൂപ്പ് എസ്റ്റേറ്റ് ഹോസ്പിറ്റലും അർണക്കൽ AVT ഗ്രൂപ്പ് ഹോസ്പിറ്റലും നിർത്തിപ്പോയി. VGMS ഗ്രൂപ്പ് ആശുപത്രി നാമമാത്രമായി പ്രവർത്തിക്കുന്നു. തേങ്ങാക്കൽ, മ്ലാമല, പശുമല, മഞ്ചുമല, ഗ്രാൻഡ് മൗണ്ട്, ശബരിമല, തങ്കമല, നെല്ലിമല എന്നീ എസ്റ്റേറ്റുകളിലെ 10ഓളം എസ്റ്റേറ്റ് ഡിസ്പെൻസറികളും നിർത്തിപ്പോയിട്ടുള്ളതാണ്. ആയതിനാൽ ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളുടെ ഏക ആശ്രയം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്റർ മാത്രമാണ്. കൂടാതെ ദേശീയപാത 183 സമീപം സ്ഥിതി ചെയ്യുന്ന ഈ ആശുപത്രി ശബരിമല സീസണിൽ ശബരിമല തീർത്ഥാടകർക്ക് ഏറ്റവും പ്രയോജനം ആയിട്ടുള്ള ആശുപത്രി കൂടിയാണ്. ശബരിമല തീർത്ഥാടന കാലത്ത് ശബരിമല സത്രം വഴി പോകുന്ന ഭക്തജനങ്ങൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ആശുപത്രി കൂടിയാണ്. ഈ സ്ഥിതിവിശേഷം നിലനിൽക്കെ നിലവിൽ ആശുപത്രിയിൽ ആവശ്യമായ ഡോക്ടർമാരും സ്റ്റാഫുകളും കുറവായതിനാൽ വൈകുന്നേരങ്ങളിലും ഒരു ഡോക്ടറുടെ സേവനം പോലും ലഭിക്കാത്ത അവസ്ഥയുമുണ്ട്. രാത്രികാലങ്ങളിൽ ജനങ്ങൾക്ക് അത്യാവശ്യം വരുമ്പോൾ ഡോക്ടറുടെ സേവനം ലഭിക്കാത്ത സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. വിദഗ്ധ ചികിത്സ ലഭിക്കണമെങ്കിൽ 110 കിലോമീറ്റർ അകലെയുള്ള കോട്ടയം മെഡിക്കൽ കോളേജ് മാത്രമാണ് ആശ്രയം. സർ, ആയതിനാൽ വണ്ടിപ്പെരിയാർ CHCയിൽ 24 മണിക്കൂറും ഡോക്ടർമാരുടെയും മറ്റു സ്റ്റാഫുകളുടെയും സേവനം ലഭ്യമാക്കുവാൻ തക്കതായ ജീവനക്കാരെ നിയമിക്കുവാനും അതുപോലെ തന്നെ കുമളി കുടുംബാരോഗ്യ കേന്ദ്രത്തിലും ഉപ്പുതറ സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിലും ഏലപ്പാറ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഡോക്ടർമാരുടെ കുറവ് നികത്തുവാനും വേണ്ട നടപടികൾ സ്വീകരിക്കുവാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. ഡോക്ടർമാരുടെ സ്ഥലംമാറ്റം അനുവദിക്കുമ്പോൾ സ്ഥലം മാറിപ്പോകുന്ന ഡോക്ടർ ജോലി ചെയ്യുന്ന ആശുപത്രിയിൽ വേറെ ഒരു ഡോക്ടറെ നിയമിച്ചതിന് ശേഷം മാത്രമേ ആ ഡോക്ടറെ അവിടെ നിന്നും റിലീവ് ചെയ്യുവാൻ നടപടി സ്വീകരിക്കാവൂ എന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. സാധാരണയായി സ്ഥലംമാറ്റ ഉത്തരവ് ഇറങ്ങുമ്പോൾ സ്ഥലംമാറ്റം അനുവദിച്ച ഡോക്ടറുടെ പേരും അവിടേക്ക് നിയമിക്കപ്പെട്ട ഡോക്ടറുടെ പേരും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒറ്റ ഉത്തരവാണ് മുമ്പ് ഇറങ്ങിക്കൊണ്ടിരുന്നത്. അങ്ങനെയുള്ള ഉത്തരവ് നിലവിൽ ഇറങ്ങാത്തതിനാൽ പല ആശുപത്രികളിലും ഡോക്ടർമാരില്ലാത്ത സ്ഥിതിവിശേഷം ഉടലെടുക്കുന്നത് പ്രാദേശികമായി വളരെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന വിഷയമായി മാറിയിരിക്കുകയാണ്. ആയതിനാൽ ഈ വിഷയത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, KSRTCയെ തകർച്ചയിൽ നിന്നും കരകയറ്റുവാൻ വേണ്ടി ശ്രമം നടത്തുന്ന ഗതാഗത വകുപ്പ് മന്ത്രിക്ക് പ്രത്യേക അഭിനന്ദനം അറിയിക്കുകയാണ്. പുതിയ രീതിയിലുള്ള ഗതാഗത പരിഷ്കാരങ്ങളും അതേപോലെ വിനോദസഞ്ചാരികളെ ആകർഷിക്കുവാൻ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്ക് ഡബിൾ ഡെക്കർ ബസ്സുകൾ, ഉല്ലാസ് യാത്രാ ബസ്സുകൾ, ഗ്രാമവണ്ടികൾ അനുവദിച്ചും KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സുകൾ AC ആക്കാനുള്ള പദ്ധതിയും KSRTCയുടെ ഡ്രൈവിംഗ് സ്കൂൾ പദ്ധതിയും അങ്ങേയറ്റം അഭിനന്ദനാർഹമാണ്. ദീർഘകാലമായി പീരുമേട് RTO ഓഫീസിന് വാഹനമില്ലാതിരുന്നത് ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പുതിയ വാഹനം അനുവദിച്ച വകുപ്പ് മന്ത്രിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്. ഹൈറേഞ്ചിലേക്കുള്ള ബസ്സുകൾ അനുവദിക്കുമ്പോൾ കാലപ്പഴക്കം ചെന്ന ബസ്സുകൾ ഒഴിവാക്കി പരമാവധി പുതിയ ബസ്സുകൾ അനുവദിച്ച് അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ട നടപടി ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. അതേപോലെ റോഡുകൾ കൊടും വളവും തിരിവും ആയതിനാൽ ഷോർട്ട് വീൽ ബേസുള്ള കുറേ ബസ്സുകൾ കുമളി ഡിപ്പോയ്ക്ക് അനുവദിക്കണമെന്നും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. സർ, സംസ്ഥാനത്തെ എല്ലാ ഓട്ടോറിക്ഷകളിലും മീറ്റർ ഘടിപ്പിക്കണമെന്ന അറിയിപ്പ് മലയോര പ്രദേശങ്ങളിലെ ഓട്ടോറിക്ഷ തൊഴിലാളികളെ ദോഷകരമായി ബാധിക്കുന്നതായി പലരും പരാതി ഉന്നയിച്ചിരിക്കുകയാണ്. മലയോര പ്രദേശങ്ങളിൽ ഭൂപ്രകൃതി അനുസരിച്ച് ഇന്ധനക്ഷമത കൂടുതലായി വേണ്ടിവരുന്നതിനാൽ മലയോര ജില്ലകളിലെ ഓട്ടോറിക്ഷകൾക്ക് പ്രത്യേക മീറ്റർ ഫെയർ ചാർജ് ഏർപ്പെടുത്തുവാൻ വേണ്ട നടപടി സ്വീകരിക്കണമെന്ന് ഈ വേളയിൽ അഭ്യർത്ഥിക്കുകയാണ്. അതേപോലെ ഇലക്ട്രിസിറ്റി രംഗത്ത് വന്നിട്ടുള്ള മാറ്റങ്ങൾ വളരെ ശ്രദ്ധേയമാണ്. പവർ കട്ടില്ലാതെ നമ്മുടെ സംസ്ഥാനത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ വകുപ്പ് മന്ത്രി ശ്രമിച്ചു വരുന്നത് അങ്ങേയറ്റം ചാരിതാർത്ഥ്യജനകമാണ്. അതേപോലെ പെരിയാറിൽ ഒരു അണ കെട്ടി അവിടെ ഒരു പുതിയ ഡാം നിർമ്മിക്കുവാനുള്ള ഒരു നിർദ്ദേശം ബഹുമാനപ്പെട്ട മന്ത്രിയുടെ മുൻപാകെ കൊടുത്തിരുന്നു. അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ ഏതാണ്ട് പൂർത്തിയായി. അത് സംബന്ധിച്ച തുടർ നടപടികൾ സ്വീകരിക്കണമെന്നും ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഒരിക്കൽ കൂടി ഈ ധനാഭ്യർത്ഥനകളെ പിന്തുണച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം.